കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിലെ സമരപരിപാടികളടക്കം യോഗത്തിൽ ചർച്ചയാകും. പുനഃസംഘടനയും തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ശശി തരൂർ പങ്കെടുക്കുന്നുണ്ട്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, പ്രധാന വിഷയം സ്വർണ്ണപ്പാളി തന്നെയായിരിക്കുമെന്ന് കരുതുന്നു. മറ്റൊന്ന്, യോഗത്തിന്റെ വലിയ പ്രത്യേകത ശശി തരൂർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എങ്ങനെ പുരോഗമിക്കുന്നു? കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ അല്പസമയം മുമ്പ് ആരംഭിച്ചിരിക്കുന്നു. യോഗം ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അജണ്ടയായി വരിക എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒന്ന്, പ്രധാനമായും സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട തുടർ സമരങ്ങൾ, നിയമസഭയിൽ എടുക്കേണ്ട നിലപാടുകൾ തുടങ്ങിയവയൊക്കെ ഇന്ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനമാകും. പക്ഷേ അതിനിടയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്ലേറ്റ് ഒന്ന് മാറ്റേണ്ടി വരും. കാരണം ആ വിഷയത്തിൽ ഒരു CBI അന്വേഷണം എന്നൊരു ആവശ്യം ഉന്നയിച്ചാണ് ഇന്ന് പ്രധാനമായും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതിൽ ഹൈക്കോടതി തന്നെ ഇടപെടലുണ്ടാകുന്നു. ഹൈക്കോടതിയുടെ തന്നെ നേതൃത്വത്തിൽ പുതിയൊരു അന്വേഷണ സംഘം പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായും ആ ആവശ്യത്തിൽ നിന്ന് UDF-ന് പിന്നോട്ട് പോകേണ്ടി വരും. പിന്നെയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കടന്നാക്രമിക്കുക എന്ന സമീപനമായിരിക്കും. അതിൽ തന്നെ തുടരാനാണ്, ആ നിലപാട് തന്നെ തുടരാനായിരിക്കും സ്വാഭാവികമായും ഇന്ന് ചേരുന്ന യോഗത്തിൽ തീരുമാനമാവുക. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അത് ബൂത്ത് തലം മുതൽ തന്നെയുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അത് ഏത് തരത്തിലാണ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, അതെങ്ങനെയാണ് ആരംഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ ഒരു ചർച്ച ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഏറെക്കാലത്തിന് ശേഷം ഇന്ന് ശശി തരൂർ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ്. ശശി തരൂരിനോട് കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ദിവസം AICC നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പോൾ പിന്നാലെയാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നത്. എന്തായാലും ഒരു 7 മണി 8 മണി വരെയൊക്കെ രാഷ്ട്രീയകാര്യ സമിതി യോഗം തുടരാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, അതുപോലെ വർക്കിംഗ് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇന്ന് രാത്രിയോടുകൂടി ഈ KPCCയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുമെന്നൊരു പ്രതീക്ഷ കൂടി നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ ലിസ്റ്റ് കൂടി എത്തിയാൽ കുറെ കൂടി ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് KPCC നേതൃത്വം. ശരി സുനിൽ.